ബോക്സ് ഓഫീസ് കളക്ഷനിലെ 2.92 ബില്യൺ എന്ന എക്കാലത്തെയും റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമയാണ് അവതാർ സീരീസിലെ ആദ്യ ചിത്രമായ അവതാർ എൻ്റർ ദ വേൾഡ്. 2009 ആ സിനിമ പുറത്തിറങ്ങിയപ്പോൾ ലോകം മുഴുവൻ വിസ്മയത്തോടെയാണ് വെള്ളിത്തിരയിലേക്ക് നോക്കിയിരുന്നത്. അതുവരെ ലോകം കാണാത്ത സാങ്കേതിക വിദ്യയുടെ മായാജാലമായിരുന്നു അത്. താൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ നിർമ്മിക്കാൻ ആവശ്യമായ ടെക്നോളജി ലോകത്തിൽ ലഭ്യമായിട്ടില്ലെന്നറിഞ്ഞ അവതാറിന്റെ സംവിധായകനായ ജെയിംസ് കാമറോൺ ഏതാണ്ട് 14 വർഷത്തോളം സാങ്കേതിക വിദ്യയുടെ വികാസത്തിനായി കാത്തിരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ 2010 മികച്ച സിനിമയ്ക്കുള്ള ഓസ്കാർ അവാർഡ് അവതാറിനാണെന്ന് സിനിമാ പ്രേമികൾ ഉറപ്പിച്ചിരുന്നു. 9 നോമിനേഷനുകൾ സ്വന്തമാക്കിയതോടെ പ്രതീക്ഷ വാനോളമുയർന്നു. പക്ഷേ 2010 മാർച്ച് 7 സായാഹ്നത്തിൽ ലോസ് ആഞ്ചലസിലെ കൊഡാക് തിയേറ്ററിൽ അവാർഡ് വാങ്ങി ലോകത്തെ ഞെട്ടിച്ചത് ഒരു ചെറു സിനിമയുമായി വന്ന ഒരു വനിതാ ഫിലിം മേക്കറായിരുന്നു. അവതാർ സംവിധായകന്റെ മുൻ ഭാര്യ കൂടിയായിരുന്നു ആ സ്ത്രീ. 82 വർഷത്തെ ഓസ്കാറിന്റെ ചരിത്രത്തിൽ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ആദ്യമായി ഒരു സ്ത്രീ നേടിയെടുത്തതും അന്ന് തന്നെ. ക്യാമറയ്ക്ക് പിന്നിലെ സ്ത്രീ സാന്നിധ്യം വളരെ കുറവായിരുന്ന കാലത്ത് ആക്ഷൻ ത്രില്ലർ സിനിമകളിലൂടെ കാണികളെ ത്രസിപ്പിച്ച, ഏറ്റവും റിയലിസ്റ്റിക്കായി യുദ്ധചിത്രങ്ങൾ എടുത്തവരുടെ ഗണത്തിൽ ഉറപ്പാർന്ന ഒരു സ്ഥാനം സ്വന്തമാക്കിയ, ബോക്സ് ഓഫീസിലെ പണക്കിലുക്കുമല്ല സിനിമയുടെ വിജയമെന്ന് ലോകത്തെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തിയ, അനേകം പെൺകുട്ടികൾക്ക് സിനിമയുടെ ലോകത്തേക്ക് കടന്നു വരാൻ പ്രചോദനമേകിയ ആ സംവിധായകയുടെ പേരാണ് കാതറിൻ ബിഗ്ലോ. അവരുടെ ഓസ്കാർ സിനിമയാണ് ഹർട്ട് ലോക്കർ.